നമസ്കാരം. ഈ സുമതി വളവ് എന്ന് പറഞ്ഞ ഒരു സിനിമ 25 ദിവസം മനോഹരമായിട്ട് ഓടി മുന്നേറി കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ രണ്ടാം ഭാഗം ഉണ്ട് എന്ന ഒരു സ്ഥലത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്. സുമതി വളവ് തിരുവനന്തപുരം തെക്കൻ തിരുവിതാംകൂറിലുള്ള ഒരു ഘാട്ട് റോഡിലെ ഒരു വളവിൽ ഒരു യക്ഷി സങ്കല്പത്തെക്കുറിച്ചാണ് ഈ സിനിമ. അപ്പോൾ ആ വളവിൽ ചെന്ന് പെടുന്നവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ യക്ഷി ഒരു ധാർമ്മികതയുടെ ഭാഗത്ത് നിൽക്കുന്ന യക്ഷി ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. നമ്മൾ കാണുന്നില്ല, അവരുടെ സാമീപ്യവും അനുഭവങ്ങളും ഒക്കെ അതാണ് കാണിച്ചു തരുന്നത്. അപ്പം വളരെ രസകരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു സിനിമ. കുട്ടികളും കുടുംബങ്ങളും ഒക്കെ, കുട്ടികളാണ് കൂടുതലും അത് ആസ്വദിക്കുന്നത്. യക്ഷിയുടെ ചില പ്രകടനങ്ങളും പണ്ടൊക്കെ രക്തരക്ഷസ് തൊട്ട് നമ്മൾ നാടകം കാണുമ്പോൾ നമ്മൾ ആ പ്രായത്തിൽ കണ്ട് അത്ഭുതപ്പെട്ടതുപോലെ അത്തരം ചില രംഗങ്ങളും കാര്യങ്ങളും. പക്ഷേ ഈ സിനിമ എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത് മലയാള സിനിമയിലെ മുൻനിര നായകന്മാരുടെയും സംവിധായകരുടെയും ഒക്കെ ഒരു അടുത്ത തലമുറയുടെ, പുതിയ തലമുറയുടെ ഒരു ചിത്രമാണ്. അതായത് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ശശി ശങ്കർ എന്ന സംവിധായകൻ. അതായത് സാമൂഹ്യ പ്രസക്തമായ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയ നാരായം എന്ന സിനിമ സംവിധാനം ചെയ്ത ശശി ശങ്കറിൻ്റെ മകനാണ് ഈ സുമതി വളവ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം മാളികപ്പുറത്തിന് ഒരു അയ്യപ്പൻ്റെ ഒരു അദൃശ്യ സാന്നിധ്യം ആ സിനിമയ്ക്ക് വലിയൊരു തുണയേകി. അതൊരു സൂപ്പർ ഹിറ്റായി. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം വരുന്ന സിനിമയിലും ഒരു ശക്തി സ്രോതസ് എന്നുള്ള തരത്തിലായിരിക്കണം ഈ സുമതി വളവിലെ അത്ഭുത പ്രവൃത്തികൾ. അപ്പോൾ അത് ഒരു യക്ഷിയാണെങ്കിലും യക്ഷിക്ക് ഒരു ധാർമ്മികതയും ചെറിയൊരു നായകനോടും മറ്റുള്ളവരോടൊക്കെ ഒരു കൈ സഹായവും ഒക്കെയുള്ള ഒരു യക്ഷിയായിട്ടാണ്, ഒരു സഹായിക്കുന്ന യക്ഷിയെ പോലെയാണ് നമുക്ക് തോന്നിയത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ സിനിമയുടെ അണിയറക്കാർ, ഇതിൽ നായകനായിട്ട് അഭിനയിക്കുന്ന ഹരിശ്രീ അശോകൻ്റെ മകനാണ് അർജുൻ അശോക്. അവരുടെ ഒരു കൂട്ടായ്മയും ഒരു നാട്ടിൻപുറത്തെ ഈ സുഹൃത്തുക്കളും, അങ്ങനെ നമുക്ക് ഒരു 90കളിലെ കേരളത്തിലെ പാലക്കാടൻ ഗ്രാമമാണ് ഇതിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ചായക്കടയും അവിടുത്തെ ആ പീടികയും ആ അന്തരീക്ഷവും ഒക്കെ ഉള്ളൊരു അന്നേരത്തെ ആ സിനിമ മണിച്ചിത്രത്താഴും ആ സിനിമയിൽ അങ്ങനത്തെ ഒരു ഹൊറർ സിറ്റുവേഷനും ഒക്കെ ഉണ്ടാക്കിയ ഒരു പ്രത്യേക ഒരു മൂഡാണ് സിനിമ തന്നെ ഉപയോഗിച്ചിരിക്കുക. എന്നാൽ ആകാശഗംഗ പോലെയോ അല്ലെങ്കിൽ യക്ഷിയോ അങ്ങനത്തെ സിനിമകളിലെ ഒരു ഹൊറർ, അങ്ങനെ ഒരു ഭീതിതമായ അന്തരീക്ഷമോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് വേറെ ഒരു രസകരമായ ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമ പോലെ തോന്നും, എങ്കിലും ഒരു യക്ഷി അതിനകത്തൊരു സാന്നിധ്യം. അർജുൻ അശോകിന് പുറമെ ഈ സിനിമയിൽ പിന്നെ മലയാള സിനിമയിലെ രണ്ടാം തലമുറക്കാർ എന്ന് പറയാൻ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ഇതിലൊരു പട്ടാളക്കാരൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയുടെ മകൻ മുഴുനീളമായി ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹം വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശ്രാവൺ മുകേഷിൻ്റെയും സരിതയുടെയും മകനാണ്. ഇതിലെ ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് ഈ ശ്രാവൺ മുകേഷ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീജിത്ത് രവി, അദ്ദേഹമൊക്കെ ഇരുത്തം വന്ന നടന്മാരായി കഴിഞ്ഞു. പിന്നീടുള്ളത് സിദ്ധാർത്ഥ് ഭരതൻ ഇപ്പോഴത്തെ പുതുതലമുറ ചിത്രങ്ങളിലെ ഒരു അവിഭാജ്യ ഘടകമാണ്. ആ താടിയും ആ ലുക്കും ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള. അപ്പം ഈ സിനിമ കാണുമ്പോൾ അതായത് 90കളിൽ സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരു തലമുറയുടെ ആ 90കളിൽ ജനിച്ച ആ കുട്ടികളാണ് ഇപ്പോൾ ഈ സിനിമയിൽ നായകന്മാരായി വന്ന് ഈ സുമതി വളവ് എന്നുള്ള സിനിമയിൽ അഭിനയിക്കുന്നത്. അത് കാണുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഈ വെള്ളി നക്ഷത്രത്തിൻ്റെ കാലത്ത് 90കളിൽ നാരായം, അതുപോലെ തന്നെ ഈ ശശി ശങ്കറിൻ്റെ സിനിമകളുടെ ലൊക്കേഷനുകളിലൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ്. അത് ഈ സിദ്ധാർത്ഥ് ഭരതൻ, അമരത്തിൻ്റെ ലൊക്കേഷനിൽ സിദ്ധാർത്ഥ് ഭരതൻ കുട്ടിയായി അവിടെ തുമ്പോളി കടപ്പുറത്ത് വന്ന് അവർ ലളിത ചേച്ചിയുടെ കൂടെ സിദ്ധാർത്ഥ് ഭരതനും സഹോദരിയും ഒക്കെ വന്ന് ഇരിക്കുന്നത് ഇപ്പോഴും ഇന്നലത്തെ പോലെ നമ്മൾ ഓർക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു തലമുറയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ തലമുറയുടെ സ്പർശം എല്ലായിടത്തും കാണാം. ഇപ്പോൾ ഈ ഓണക്കാലത്ത് റിലീസ് ചെയ്തിരിക്കുന്ന കല്യാണി പ്രിയദർശൻ ഭയങ്കര ഹിറ്റ് സിനിമ ആണ്. അത് സിനിമയായി മാറിക്കഴിഞ്ഞു. ആ കുട്ടിയുടെ പെർഫോമൻസ് അത്
ലിസിയുടെയും പ്രിയദർശൻ്റെയും മകളാണ്. അത് പെർഫോം ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കല്യാണി പ്രിയദർശൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഇന്ത്യയിലെ തന്നെ വലിയ ചലച്ചിത്ര നിരൂപകർ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ കാണുന്നത് ഈ പുതിയ തലമുറയുടെ ഒരു ആധിപത്യം അത് പൂർണ്ണമാകുകയാണ്. 90കളിലും അതിനുശേഷമൊക്കെ ജനിച്ച മലയാള സിനിമയിലെ പ്രമുഖരുടെ അടുത്ത തലമുറയിലുള്ളവർ ഒരു ആധിപത്യം, അതായത് ഇപ്പോൾ ലോക എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാനാണ്. അപ്പോൾ ആ സിനിമ ഇപ്പോൾ ഒരു വൻ വിജയമായി തമിഴിലും തെലുങ്കിലുമൊക്കെ പടർന്ന് പന്തലിച്ച് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ഒരു പുതിയ തലമുറയുടെ വരവും കൂടെയാണ് നമ്മൾ കാണുന്നത്.